സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 41 വാക്യം 13. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13 നമ്മുടെ ഭയം മാറ്റി അത്യാവശ്യ സമയത്ത് നമുക്ക് സഹായം നൽകുന്ന ദൈവത്തിൻ്റെ വലംകരത്തെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നാം പല വിഷയങ്ങളിൽ ഭയപ്പെടാറുണ്ട്. പലപ്പോഴും നാം പല വിഷയങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം അപേക്ഷിക്കാറുണ്ട്, അതിലുപരിയായി ദൈവത്തിൻ്റെ സഹായവും. പലപ്പോഴും നമ്മുടെ കരങ്ങൾക്ക് ശക്തിയില്ലാതെ പോകുമ്പോൾ, പലപ്പോഴും നമുക്ക് ചെയ്യുവാൻ നമ്മുടെ മുമ്പിലുള്ള കടമകൾ അത് നമ്മുടെ സ്വയശക്തിയാൽ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മറ്റൊരു കരം, അതിലുപരിയായി ദൈവകരം നമുക്ക് അനിവാര്യമായി വരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവ സഹായത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും, നീ ഭയപ്പെടേണ്ട, എൻ്റെ വലങ്കൈ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. ഇതിനുദാഹരണമായി ഒരു സംഭവകഥ വായിച്ചത് വിവരിക്കാം. എലീസ എന്ന ജർമ്മനിലെ ഒരു സഹോദരിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് അത്യാഹിത വിഭാഗത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഒരു ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് മനസ്സിലായി. അവരുടെ വലങ്കൈയുടെ മോതിര വിരൽ അറ്റുപോയിരുന്നു. ആ സമയം അവർ ദൈവത്തോട് സഹായത്തിനായി യാചിച്ചു. അവർ ഒരു എഴുത്തുകാരിയായിരുന്നു. ഞാൻ ഇനി എങ്ങനെ എൻ്റെ ജോലിയിൽ മുന്നേറുമെന്ന് അവർ വളരെ ഭാരപ്പെട്ടു. അവരുടെ നിത്യവൃത്തികൾ എന്താവുമെന്ന് അവർ ചിന്തിച്ചു. അതുപോലെ തന്നെ അവർ പല വിഷയങ്ങളിൽ ആദിയിലും ആകുലതയിലും ആയിത്തീർന്നു. ആ സമയം അവർ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ അവർക്ക് ആദ്യം ലഭിച്ച വചനമായിരുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഈ വചനം വായിച്ചപ്പോൾ അന്നത്തെ അവരുടെ സാഹചര്യത്തിൽ ദൈവം അവരോട് വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. നമുക്ക് അസാധ്യമായ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മുന്നിലുള്ള കടമകൾ, കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ഇതൊക്കെ നമ്മെ ഭയപ്പെടുത്താറുണ്ട്. ഇവിടെ എലീസ എന്ന സഹോദരിയുടെ ഒരു വിരൽ അറ്റുപോയപ്പോൾ അവർ ഭാരപ്പെട്ടതുപോലെ നാം പലപ്പോഴും
ഭാരപ്പെടാറുണ്ട്. എന്നാൽ എലീസയ്ക്ക് വേണ്ടി ദൈവം പിന്നത്തേതിൽ അത്ഭുതം പ്രവർത്തിച്ചതായി അവർ വിവരിക്കുവാനിടയായി. അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും തുടർന്നും ചെയ്യുവാൻ ദൈവം അവരെ ശക്തീകരിച്ചു എന്ന് എഴുതിയാണ് അവർ ആ അനുഭവ സാക്ഷ്യം നിർത്തുന്നത്. അതേ സഹായം നമുക്കും ലഭ്യമാണ്. നാം ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് മാത്രം. ആമേൻ, ആമേൻ. യാത്ര ചെയ്യുമ്പോൾ കണ്ടുവരി